അറിയാതെ പാഞ്ഞു പാഞ്ഞു പോകും കാലം. കൂടെ എത്തുവാൻ എനിക്ക് വേഗം വേണം. ചുരുണ്ടുറങ്ങുവാനും ചടഞ്ഞു കൂടുവാനും എനിക്ക് വേണം ആഴ്ചയിൽ കുറഞ്ഞതഞ്ച് സൺഡേ. Here we go again with the beat. ചുമ്മാ You're popping and you're jumping from the seat. ചുമ്മാ If this is what you want and over there, ചുമ്മാ just chill, we gonna make it up today. ചുമ്മാ Chumma, ചുമ്മാ it's all about being chumma. ചുമ്മാ Let's all be chumma. ചുമ്മാ Oh yeah. Rapapacilalo. ചുമ്മാ क्योंकि इनका बल्ला तो खूब बोल रहा है, इनके बल्ले से खूब रन निकल रहे हैं और ये इस बात की എന്ത് ഫ്രെയിമല്ലേ? आज बिना नुकसान അതിനത് പ്രേമല്ലല്ലോ, ഫോട്ടോ അല്ലേ? സിക്സ് അടിക്കാനുള്ളത് കയ്യിലടിച്ചിട്ട് കൊടുത്തിരിക്കുന്നു. ആരവനൊക്കെ ചങ്ങലക്കിടാനുള്ളവനൊക്കെ പിടിച്ച് അഴിച്ചുവിട്ടിരിക്കുന്നു. ആരുടെ ഇവനൊക്കെ? ഇതിനുള്ള ഉത്തരം ഞാൻ നിനക്ക് തരാട്ടോ. തുടർന്ന് എഴുന്നേക്കാൻ പറ്റാതായി പോയി. പേടിച്ചിട്ടേ കാണണോ നിനക്ക്? പടാ പടാ. എന്തിനാണ്ട് എടാ എന്ത് കോപ്പിലെ കളിയാ നോക്കി. സച്ചിൻ ഇട്ടാറോടെ ക്രിക്കറ്റ് അവസാനിച്ചു. ഇവനൊന്നും അറിഞ്ഞില്ലെന്നു. അതെ, ക്രിക്കറ്റ് ഇന്ത്യയിൽ ഇത്രയും പോപ്പുലർ ആവാൻ കാരണം സച്ചിൻ തന്നെയാ. എന്നിട്ട് ആ സച്ചിൻ പ്രായമായതുകൊണ്ട് കളി നിർത്തിയെന്ന് വെച്ചിട്ട് എല്ലാവരും കളിക്കുന്നതും കാണുന്നതും നിർത്തണമെന്ന് വെച്ചാൽ സൂപ്പർ ലോജിക്. रन निकलेंगे तो इतनी खूबसूरती से निकलेंगे. അങ്ങനെ ഇപ്പൊ നമ്മൾ മാത്രം പണിയെടുത്തിട്ട് അവന്മാരിരുന്ന് തിന്നണ്ട. വേണ്ട. അതെ Straight അതെ, ചെവി കേൾക്കുന്നില്ലേ? ഡിസ്റ്റർബ് ചെയ്യല്ലേ, ഇമ്പോർട്ടന്റ് മാച്ചാണ്. ये खास ഞാൻ ടി വി ഓഫ് ചെയ്യണം. में खुल के खेलते हैं प्रहार എന്താ ലക്ഷ്മി പ്രശ്നം? പ്രശ്നം നിങ്ങളുടെ ഈ ആറ്റിറ്റ്യൂഡ് തന്നെ. ഞങ്ങള് 3 പേരാണോ അതോ ഇവന്റെ? അല്ല, 3 പേരുടെ തന്നെ. 3 പേരുന്ന് എണീറ്റേ. അയ്യോ എഴുന്നേക്കാൻ പറ്റില്ല. സാം മാർക്ക് ചെയ്ത് തന്ന പൊസിഷൻസ് ആണ്. എഴുന്നേറ്റ് അപ്പോ വിക്കറ്റ് പോകും. അത് ശരിയാ. ഇവിടുന്ന് എഴുന്നേറ്റുണ്ടെങ്കിൽ അവി, സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. നിനക്ക് എപ്പോഴാ ക്രിക്കറ്റിൽ ഇത്ര ഇൻട്രസ്റ്റ് വന്നേ? ചുമ്മാ പൊട്ടം കളിക്കില്ല. ഞങ്ങൾക്ക് കിച്ചണിൽ കുറച്ച് ഹെൽപ്പ് ആണ്. ഇങ്ങ് വന്നേ. ഡിവൈഡ് ആൻഡ് റൂൾ, വാച്ച് ആൻഡ് ലേൺ. ഓക്കേ. അതെ ചേട്ടന്മാരെ, ആരെങ്കിലും ഒരാൾ പോയിട്ട് പച്ചക്കറീസ് വാങ്ങിച്ചിട്ട് വരും. പിന്നെ കിച്ചണിലേക്ക് ഒരാളുടെ ആവശ്യമുണ്ട്. 2 പേര് ആവശ്യമുണ്ടല്ലേ? അവി നീ കിച്ചണിൽ പോയി മീനൂട്ടിനും ലക്ഷ്മിയോളെ സഹായിക്കും. സാം ഓടിപ്പോയി പച്ചക്കറി വാങ്ങിച്ചിടാ പോ. അയ്യടാ, നീ അങ്ങനെ സൂചിക്കണ്ട. മീനു, ഞങ്ങൾ രണ്ടും കൂടി പോയിട്ട് പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് വരാം. എനിക്ക് എന്തായാലും ഒറ്റയ്ക്ക് ചുമക്കാൻ പറ്റത്തില്ല. ഓക്കെ, ചുമക്കാനൊരു കഴിവുള്ളവൻ്റെ ആവശ്യമുണ്ടല്ലോ. സോ ഷോപ്പിങ്ങിൻ്റെ കാര്യം ഞങ്ങൾ മാനേജ് ചെയ്തോളാം. ഓക്കെ ഓക്കെ, ബാ. പോയിട്ടൊന്ന് ഇറങ്ങിയിട്ട് വരാം. हाथ खोलने का मौका था यहाँ और उसको बुलाया शिखर धवन സാം ചേട്ടാ, മോനെ നറുക്ക് വീണിരിക്കണ്. നമുക്ക് പോവാം. വാ, എണീക്ക്. എണീറ്റോ? വാ, ക്രിക്കറ്റിന്റെ ഫീല് മനസ്സിലാവില്ല. നടക്ക് നടക്ക്. എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി. നീ സംഭവട്ടോ, സംഭവം. ഇനിയുണ്ട് കയ്യില്. ബാക്കി കാണിച്ചിട്ടാ. എന്താ സാമേ ഈ കുന്തം വിഴുങ്ങിയ പോലെ നിക്കണേ? ഒന്നുമില്ല. ഗ്രൗണ്ടിൽ പാണ്ടിയ മാസാണ്. പൊളിക്കും. പാണ്ഡ്യ എത്ര റൺസായി? ഹാഫ് സെഞ്ചുറി ആകാറായി. ഹാഫ് സെഞ്ചുറി, ഫുൾ സെഞ്ചുറി, ഉള്ളിയൊന്നും അരിഞ്ഞേ. എനിക്ക് കിച്ചൺ ടൂൾസ് അലർജി ആയിരിക്കുമല്ലേ? അതല്ല, എനിക്കിതൊന്നും വലിയ പരിചയമില്ല. അത് സാരില്ല, ഞാൻ പറഞ്ഞുതരാം. ദേ, ഇതാണ് കത്തി. കത്തി, സേ ഹൈ ടു സാം. ഹായ് സാം, ഹായ് പറ. ഹായ്. ഇതാണ് കട്ടിംഗ് ബോർഡ്. കട്ടി, ഹായ് പറ. ഹായ് പറ. ഹായ് ഹായ്. പിന്നെ മതി ഇതാണ് മതി മതി. ഞാൻ വഴിയെ പരിചയപ്പെട്ടോളാം. അത്രയും സമയം കളയണ്ട. ഇത് അരിയണോ അല്ലേ? യെസ്. മാറ്, ഞാൻ കാണിച്ചുതരാം. ഫ്രഷർ അല്ലേ? വാച്ച് ആൻഡ് ലേൺ. മനസ്സിലായോ? കണ്ടിന്യൂ. അതെ, ഈ കപിൽ ദേവിന് ശേഷം കൺസിസ്റ്റന്റ് ഫാസ്റ്റ് ബോളർ കം ബാറ്റ്സ്മാനായ ഓൾറൗണ്ടറിനെ ഇന്ത്യക്ക് കിട്ടണത് ആദ്യമായിട്ടാവും അല്ലേ? കട്ട് ചെയ്തോണ്ട് പറഞ്ഞാൽ മതി. ഈ പത്താന കാക്കറിനെ പോലെ ചില പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഓൾറൗണ്ടർ
ഇപ്പൊ ആദ്യമായിട്ടാ. പിന്നെ ജഡേജ നൈസാ. ജഡേജ സ്പിന്നർ ഓൾറൗണ്ടർ അല്ലേ? ഞാനതല്ല ഉദ്ദേശിച്ചത്. നമ്മുടെ ഇന്ത്യൻ ടീമിന് കുറെ നാളായിട്ട് ഒരു ഫാസ്റ്റ് ബോളർ ഓൾറൗണ്ടറിനെ മിസ് ചെയ്തിട്ടിരിക്കുക അല്ലേ? ഫോട്ടോ. അല്ല, ലക്കി ക്രിക്കറ്റ് ഫോളോ ചെയ്യാറുണ്ട്? ഇവളുടെ ക്രിക്കറ്റ് ഭ്രാന്ത് കാരണം ഓഫീസിൽ അടി വരെ നടന്നിട്ടുണ്ട്. ആരായിരുന്നു ആ ഭയങ്കര ഫേമസ് ഉഗ്രൻ പ്ലെയർ? ആ, അനുഷ്ക ശർമ്മയുടെ ഹസ്ബൻഡ് വിരാട് കോഹ്ലി. ആ, അയാൾ തന്നെ. അയാളെ പറ്റി പറഞ്ഞ് ഞങ്ങളുടെ ഓഫീസിലൊരു മനോജ് ഉണ്ട്, ഒരു യൂസ്ലെസ് ഗൈ. അയാളും ഇവളും കൂടെ അയാളുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും പറഞ്ഞ് എൻ്റെ അമ്മോ ഒന്നും പറയണ്ട. അതെ, നമ്മുടെ ഇന്ത്യയുടെ വിമൻ ക്രിക്കറ്റ് ടീമില്ലേ, അവർക്ക് ഇതും കൂടി ഹൈപ്പ് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ മുകളിലോട്ട് പോയാനല്ലേ? ആ, ഇപ്പൊ ആളുകൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടല്ലോ. യെസ്, മിത്താലി സൂപ്പർ അല്ലേ? എനിക്കിഷ്ടം സ്മൃതിയാ. പ്ലേയിങ് അത് ലുക്കാ രണ്ടും. കൊച്ചു കള്ളാ. മനസ്സിലായി. എത്ര നേരായി ഒരു ഉള്ളിയും വെച്ചോണ്ടിരിക്കണു? നീ കാരണം ഇവനൊരു പണി എടുക്കാത്ത. ആക്ച്വലി ഇവൻ അവിടെ പോയിരുന്ന് ക്രിക്കറ്റ് കാണുകയായിരുന്നല്ല. അറ്റ്ലീസ്റ്റ് നീ എങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്തേനെ. നീ പോയി കുറച്ച് മാവ് കളിക്കേ. ഓക്കെ മാം. ആ ചില്ലിട്ട് തരഞ്ഞ. ഇതാണോ മാവ്? ആ, അതന്നെ മാവ് കലക്ക്. പാത്രം എവിടെ? വേരിക്കണു. ഇത് മുറിയണല്ലോ. മുറിയില്ല, അതിനോട് പറഞ്ഞാ മതി. ചിരിച്ചു കാണിക്ക്. അത് അരിഞ്ഞേരും. അവർ ലിസ്റ്റ് അയച്ചിട്ടുണ്ട്. ലിസ്റ്റഡ് അയ്യോ, ഇത് കുറേ ഉണ്ടല്ലോ. കുറേ ഒന്നും കാണൂല. എടാ, ഇത് കുറേ ഉണ്ടോ? ഓഹോ. വെയിറ്റ്, ഐ ഹാവ് എ പ്ലാൻ. വാട്ട് പ്ലാൻ? നമ്മൾ ഓരോ ട്രോളി എടുത്ത് രണ്ടായി പിരിയുന്നു. ഞാൻ ലെഫ്റ്റിലേക്കും നീ റൈറ്റിലേക്കും. ലിസ്റ്റിലുള്ള സാധനങ്ങൾ ഞാൻ കാണുകയാണെങ്കിൽ ഞാനെടുത്ത് എൻ്റെ ട്രോളിയിലിടും. നീ കാണുകയാണെങ്കിൽ നിന്റെ ട്രോളിയിലിടണം. മനസ്സിലായോ? ആ ഏരിയ ഈ ഏരിയ ഞാൻ കവർ ചെയ്യും. ഫൈനലി നമ്മൾ ബില്ലിംഗ് കൗണ്ടറിലെത്തുന്നു. ഒന്ന് കണ്ണ് ചിമ്മി തുറക്കുന്ന സമയത്തിൽ സംഭവം ക്ലീൻ. ഹൗസ് ജോഷ് ഉണ്ട്, പക്ഷെ വേണ്ട. അവസാനം ബില്ലിംഗ് കൗണ്ടർ എത്തുമ്പോൾ നിന്റെ കൊട്ടയിൽ ഉള്ളതും ഇല്ലാത്തതും എല്ലാം ഉണ്ടാവും. ഞാൻ അതിനൊക്കെ പേയേണ്ടി വരും. നീ ഇത് പിടിച്ചേ. ഇനി ഇതെല്ലാം നമ്മുടെ ഏരിയ. ഞാൻ ലിസ്റ്റ് വായിക്കാം, നീ പെറുക്കി എന്നുള്ള ശീലമുള്ള ആളല്ലേ? അവി, ഭാവി സെലിബ്രിറ്റിയാണ് നീ പെറുക്കിന്ന് പറഞ്ഞത്. എടാ, നീ സെലിബ്രിറ്റി ആയാലും നിന്നെ അങ്ങനെ തന്നെ വിളിക്കുള്ളൂ. നൻപണ്ട. വാ. അടുത്തെന്താണ്? വെളിച്ചെണ്ണ 1 ലിറ്റർ. വെളിച്ചെണ്ണയാണ്. നീ പിടിച്ചോണ്ടിരിക്കുന്ന എന്താ? എടുത്തിട്. നല്ലെണ്ണ ചെയ്തന്നെ വേണ്ടേ? എന്തോന്നടാ, രാവിലോട്ട് മരിച്ചളിയാണല്ലോ. നീ നിന്റെ കഥയിലും ഇങ്ങനെ തന്നെ എഴുതിട്ടാ, പെട്ടെന്ന് വളരും. നെഗാണോടാ? നെഗറ്റീവ് ആയിരുന്നോ? നെഗറ്റീവ് ആണോ? കട്ട നെഗ്. നടന്നേ. കല്ലുമ്മക്കായ. ഹലോ, എന്താടാ? എന്താ സംഭവം? എന്താടാ? ആരുമാര്? ഏത് മറ്റന്മാരടാ? എന്താടാ നീ കൊടുക്കണേ? നീ ഒന്ന് എന്താ? എന്താണ് കാര്യം? പറ. അയ്യോ, എന്തോന്നടാ? പറയാം. ഇതാ മറ്റവനല്ലേ? ഏത് മറ്റവൻ? എടാ, പപ്പാനി. ഏത് പപ്പാണി? എടാ, ഫോർട്ട് കൊച്ചിയിലെ പപ്പാനി. ഏത് മറ്റേ കാർണിവലിൽ എത്തിക്കുന്ന പപ്പാനിയാ? അയ്യ, അത് ആൾക്കാർ കത്തിക്കുന്ന പപ്പാനി. ഇത് ആൾക്കാരെ കത്തിക്കുന്ന പപ്പാനി. ആ, ഗുണ്ടയാണ് അവൻ. നിനക്കറിയില്ലേ? കൊടും ഭീകരനാണ് അവൻ. കാര്യമാണോ നീ പറയുന്നത്?
എടാ ഈ ഇൻഫർമേഷൻ എനിക്ക് തെറ്റില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടെ? ശ്ശോ, ഞാൻ ഈ കൈയൊക്കെ മടക്കിയവർ കണ്ടിട്ടുണ്ടാവും. അത് സ്റ്റൈൽ എന്നാ വിചാരിക്കും. കുഴപ്പമില്ല അല്ലേ? ആ എന്നാലും ഈ കുടുംബീകരണക്ക് എന്താണ് നമ്മുടെ പുറകെ വന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എടാ തിണ്ടി, നീ നുമാരെ കുറിച്ച് വല്ല മഞ്ഞപത്രത്തിൽ എഴുതിയ? എടാ ഞാൻ എഴുന്നൊക്കെ വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവും. ഗുണ്ടയാവോ? ജില്ലാ കളക്ടറെങ്കിലും ആവില്ലേ? പിന്നെ ഇത് എന്ത് പുല്ലാണാവോ? മനസ്സിലാവുന്നില്ല. ഇവന്മാരെവിടെ? യോ ദാ വരുന്നടാ. പിന്നെ വരുന്നു. ചേട്ടാ പ്ലീസ്, നിങ്ങൾക്ക് ആള് മാറിപ്പോയാന്ന് തോന്നുന്നു. നിന്നെയൊക്കെ തന്നെടാ നോക്കി വന്ന. അതിന് നമ്മളെന്ത് ചെയ്തിട്ടാ ചേട്ടാ? അധികം സീനാക്കാത്ത കാര്യം പറയാം. മര്യാദയ്ക്ക് നിന്ന് നിന്റെ കൂടെയുള്ള പെങ്കൊച്ചിനെ എന്ന് പറഞ്ഞ് വീട്ടിൽ വിട്ടോളാം. പറഞ്ഞോ കേട്ടോ. ചേട്ടാ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നിങ്ങളിവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കരുത് പ്ലീസ്. ഞങ്ങൾ ഈ ഷോപ്പിംഗ് ഒന്ന് കഴിഞ്ഞ് പോയിക്കോട്ടെ. വീട്ടിലെ ആൾക്കാർ കാത്തിരിക്കുക. അതാ അപ്പം ശരി. എന്തെങ്കിലും പറ്റിയോ സാർ? കുഴപ്പമില്ല. Chumma. It's all about being chumma. Chumma. It's all about being chumma. एक बल्लेबाज से मार खा के ये हुई ആരെ ബല്ലേബാസ്? रूम ऑफ स्टंप के बाहर. എനിക്കറിയില്ലേ മിനു ബല്ലേബാസ് പറഞ്ഞ ക്രിക്കറ്റ് പ്ലെയറിനെ കുറിച്ച്? ആ ഞാൻ ചെറുപ്പം തൊട്ട് കേൾക്കണ്ട പുള്ളിയുടെ പേര്. പുള്ളി പഴയ പ്ലെയർ എങ്ങനെയാണോ? ആ, ഓൾഡസ്റ്റ് പ്ലെയർ ഇൻ ക്രിക്കറ്റ് ഹിസ്റ്ററി അല്ലേ സാർ? പുള്ളി കളിക്കാത്ത മാച്ചസ് ഇല്ല. ഇത്രയും ഫേമസ് ആയിട്ടുള്ള പ്ലെയറെ കുറിച്ച് നീ കേട്ടിട്ടില്ല? ആ ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ത്യൻ പ്ലെയർ അല്ലേ? ആ, ഇന്ത്യക്ക് വേണ്ടി പുള്ളി കളിക്കാറുണ്ട്. ഈ കളിയിലുണ്ടാ? പിന്നെ ആളില്ലാത്ത കളിയുണ്ടാ? ഇതിലേതാ ബല്ലേബാസ്? ലെഫ്റ്റ് സൈഡിൽ. आक्रमण ही करना है. ये बड़ा നിങ്ങൾ രണ്ടെണ്ണം കൂടെ എന്നെ പറ്റിക്കുക അല്ലേ? ലക്കി അതല്ലടാ, ആ ഹെൽമെറ്റ് വെച്ചിരിക്കണ കാരണം എനിക്ക് ആളെ മനസ്സിലായില്ല. ആ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആളാ. शुरू कर दिया इन्होंने. रोहित शर्मा സത്യം. फुल इनसे अच्छा भारतीय टीम में कोई नहीं करता. ഒന്ന് പറഞ്ഞോണ്ടിരിക്കണം. ऐसे शॉट्स आज हमने बहुत देखे हैं. എടാ ഇത് കലിപ്പാവോ? ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴി കാണുന്നുള്ളൂ. പറ. നമുക്ക് സാമിനെ കൂടെ ഇങ്ങോട്ട് വിളിച്ചാലോ? എന്നിട്ട് അപ്പോൾ അവന്മാർ മൂന്നാളും നമ്മൾ മൂന്നാളായില്ലേ? എന്നിട്ട് അപ്പോൾ ഓരോരുത്തർക്ക് കിട്ടുന്ന അടി കുറച്ച് കുറയില്ലേ? മോനെ ഇടി ഇട്ടാൻ പോണ നേരത്തെങ്കിലും നിന്റെ ഇമാതിരി ഐറ്റംസ് ഒന്ന് പിടിച്ചു വെക്കിട്ടാ. എടാ പിടിച്ചു വെക്കി. ടെൻഷനായിട്ടേ. എടാ എനിക്ക് മീനാക്ഷിയുടെ കാര്യം ആലോചിച്ചിട്ടാണ്. നീ സമാധാനപ്പെടും, വഴിയുണ്ട്. മോനെ ഇതിനിടയിൽ നിന്റെ ഒരു ചളിയും കൂടി കേൾക്കാനുള്ള മൂഡിലല്ലട്ടോ ഞാൻ. അവന്മാരുണ്ട്. എന്താടാ ചേട്ടനെ എനിക്കറിയാം. ചേട്ടനിപ്പോൾ അവൻ എന്ത് ചെയ്താലും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എൻ്റെ കൂട്ടുകാരൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിന്നെ ഞാൻ ആളെ വെച്ച് ചെയ്യിക്കും. കാരക്കാമുറി ജയൻ, ചെമ്പുമുക്ക് ജാക്സൺ, ചങ്കളോരോടെ എനിക്കുണ്ടാ. നിന്നെയും ജയിക്കും, നിൻ്റെ ഈ കൂട്ടുകാരെയും ജയിക്കും, വീട്ടിൽ കയറി നിൻ്റെയൊക്കെ വീട്ടുകാരെയും ജയിക്കും. തമാശ പറഞ്ഞല്ല, ഒരാവശ്യമില്ലാത്ത കൊട്ടേഷനാണ്. വിട്ടുകളാം, വേണ്ട. ബില്ല് ചെയ്ത് കഴിഞ്ഞില്ലേ? ഒരു സാധനം കൂടി ഉണ്ട്, എടുക്കടാ. ഇതും കൂടി. സാറേ എന്തായി? പ്രശ്നമാണ് സാറേ. അവന്മാരത്ര മോശക്കാരല്ല സാറേ. അവന്മാരെ ഇവിടുത്തെ ബെഡാ ടീംസായിട്ട് കട്ട കമ്പനിയാണ്. നമ്മുടെ ഈ കൊട്ടേഷന് ഒരു അവന്മാരെ ഇടങ്ങേറ് പണി തിരിച്ചു തരും. അതിനിപ്പോൾ ആദ്യമായിട്ടല്ലോ കൊട്ടേഷൻ പിടിക്കുന്നത്. വെറുതെ പോയി ഈ ടീംസിൻ്റെ മുമ്പിൽ പെട്ടുപോയ പണി വാളും. പിന്നെ നമ്മളൊക്കെ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് വെട്ടിക്കള സാറേ. പിന്നെ സാറിൻ്റെ പെങ്ങടെ കാര്യത്തിലൊരു തീരുമാനമുണ്ട്. എന്താ? അവനൊരു സാധനവും മേടിച്ച് പോയിട്ടുണ്ട്.
സാറേ മനസ്സിലായില്ലേ? ഞങ്ങൾ ഇനി പറഞ്ഞൊന്നും തരണ്ടല്ലോ. അപ്പൊ ശരിയെന്നാ, ഞങ്ങൾ പോണാണ്. പാടാ. എടാ എന്നാലും നിനക്ക് ഈ ഗുണ്ടകളൊക്കെ എങ്ങനെയാ പരിചയം? ഗുണ്ടകളല്ലേ? ആ ഇതെവിടെ? കാരക്കാമുറി ജയൻ എൻ്റെ കൂടെ പണ്ട് ട്യൂഷൻ ക്ലാസ് പഠിച്ചാണ്. ആ ചെമ്പൂക്ക് ജാക്സൺ അവിടെ ബുക്ക് സ്റ്റാളിൽ ഡെയിലി വരുന്ന ആളാണ്. അങ്ങനെ പരിചയം. ആ ഷേട് എന്നിട്ട് നീ ഇത്രയും കാലം പറയാതിരുന്നേ? നിനക്ക് വല്ല പ്രാന്തുണ്ടാളിയാ? എനിക്ക് അവരെ അറിഞ്ഞോളാം. ഞാൻ അവിടെ നിന്ന് ഇവിടുന്ന് കേട്ട വെച്ചൊരു നമ്പർ അടിച്ചല്ലേ. വർക്കൗട്ട് ആയില്ലായിരുന്നല്ല, ഇടികൊണ്ട് ചീഞ്ഞാനെ. എടാ നീ സ്പോട്ടിൽ സ്ക്രിപ്റ്റ് എഴുതിയാണല്ലേ? ഇതടിച്ചേ ഇതിപ്പോ സംഭവം തന്നെടാ. എന്തായാലും ചെലവുണ്ട്. എന്തിനു രക്ഷിച്ചതാ? രക്ഷിച്ചാനല്ല, കാമസൂത്രൊക്കെ വാങ്ങിച്ചത് ഇനിയിപ്പോ കാണണ്ടേ? എടാ ഞാനിതാ ഗുണ്ടകളെ പഠിപ്പിക്കാൻ വേണ്ടി മേടിച്ചതല്ലേ. പിന്നെ ഗുണ്ടകളെ കോണ്ടം കാണിച്ചല്ലേ പേടിപ്പിക്കുന്നത്. കാര്യമായിട്ട് എന്തായാലും ഇതിപ്പോ അവളുടെ ചേട്ടൻ അറിഞ്ഞു കാണും. ആ ക്രിക്കറ്റ് ഒരു പണി. അപ്പൊ നീയും സ്ക്രിപ്റ്റ് എഴുതി? ഈ ഗുണ്ട സംഭവം മീനാക്ഷി അറിയണ്ട. അവൾ അറിഞ്ഞാൽ ചിലപ്പോ ടെൻഷൻ ആവും. അത് ഞാൻ ആലോചിക്കട്ടെ. എടാ കാര്യമായിട്ട് പറയരുതട്ടാ. ചിലപ്പോ പറയും. പൊന്നളിയാ അതൊന്നും എന്നോട് നിർബന്ധിക്കരുത്. അല്ല കളി എന്താ ഇന്ത്യ ജയിച്ചോ? പിന്നെ അല്ലാതെ സൗത്ത് ആഫ്രിക്കയുടെ എല്ലാ ബെള്ളിബേഴ്സും ഔട്ടായി. എനിക്ക് മനസ്സിലായി എന്താണ് സംഭവം. അജ്ജടാ അവര് പിന്നെ കളിയാക്കിയോ? പോട്ടെ ട്ടാ, പോട്ടെ. എന്താടാ മനസ്സിലായി? അതെ വെയിറ്റ് മാടി. എന്താണ് നിങ്ങളുടെ കൊഞ്ചലും കുഴയിലൊക്കെ ബാത്മേ. ഓക്കെ ആ സ്നാക്സ് ഒക്കെ ആവിയായി പോയി. നിങ്ങൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ? എന്നാ പാചകം ചാവും. ഗോ ഗോ. അപ്പൊ ഞാൻ വീണ്ടും കുക്ക് ചെയ്യേണ്ടി വരുമോ? അതിന് സാർ ഇതിന് മുന്നേ എപ്പോഴാ കുക്ക് ചെയ്തേ? അല്ല, ഉള്ളിവട 2 ഉള്ളി കട്ട് ചെയ്തതിനാണ് കുക്കിംഗ്. നിങ്ങള് എക്സ്പേർട്ട് അല്ലേ? വെറുതെ നമ്മൾ കുക്ക് ചെയ്ത് ഇതൊക്കെ ചീത്താക്കണം. എന്താ ഒരു കോൺഫിഡൻസ്? ആണുങ്ങളായി ഇങ്ങനെ തന്നെ വേണം. കാര്യം പറഞ്ഞ അല്ല പിന്നെ നിങ്ങളുടെയൊക്കെ അമ്മമാരെ പറഞ്ഞാ മതിയല്ലോ. ഉണ്ണികളെ ഒരു ചായ വെള്ളം ഉണ്ടാക്കാൻ പോലും പഠിപ്പിച്ചിട്ടില്ല അല്ലേ? ഹൗ പത്തറ്റിക്. ഇതിപ്പോ എനിക്ക് ക്രിക്കറ്റ് അറിയില്ലാന്ന് പറയണേക്കാളും മോശമാണ്. ഹലോ 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 കുറെ സമയമല്ലോ വീട്ടിലേക്ക് നമ്മമാരൊക്കെ ചുമ്മാ പറഞ്ഞോണ്ടിരിക്കുന്നു. നിങ്ങൾക്കൊരു കാര്യം അറിയൂ, ലോകത്തുള്ള ഏറ്റവും നല്ല ഷെഫുമാരിൽ 90% ആണുങ്ങളാണ്. കേട്ടിട്ടില്ലേ? നളപാചകം. നളപാചകം കേട്ടിട്ടുണ്ട്, പക്ഷെ ഇജ്ജാതി പാചകം കേട്ടിട്ടില്ല. ഈഗോ ഹേർട്ടായി, DIGയുടെ ഈഗോ ഹേർട്ടായി. ഞാനൊരു കാര്യം പറയാം, പാചകം ഒരു കലയാണ്. ഇറ്റ്സ് ആൻ ആർട്ട്. പാചകം ഒരു കലയാണ്. നിങ്ങളെ കൊണ്ട് കഥയെ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. മതി മതി, ഇനി പാചകമില്ല, പാചകം മാത്രം. വള ഇന്ന് നമ്മൾ പാചകം ചെയ്യുന്നു. വാ എണീക്ക്. ചെല്ല് ചെല്ല്. അതെ ഇൻസ്റ്റന്റ് നൂഡിൽസ് ഉണ്ടാക്കണ കാര്യമില്ലാട്ടാ പറഞ്ഞത്. അതല്ല ഞങ്ങളും പറഞ്ഞത്. കളിക്കാ എല്ലാരും നോക്കിക്കോ. ശരി ശരി. എനിക്ക് ഇതൊന്നും കാണാനുള്ള ശേഷിയില്ല, ഞാൻ പോണു. അയ്യോ പോവല്ലേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ ആക്രി വിക്കറ്റ് എന്താ കുട്ടി മാമ? Chumma, it's all about being chumma. Chumma, it's all about being chumma. നിങ്ങളൊരു കൊച്ചു നളം തന്നെയായിരുന്നു അല്ലേ? ഇപ്പൊ മനസ്സിലായല്ലോ, DIGക്ക് പാചകം മാത്രല്ല പാചകം അറിയാം. അതെ അതെ, ഇപ്പൊ മനസ്സിലായില്ലേ ആമ്പിള്ളേരും കുക്കിങ്ങിലോട്ട് മോശമല്ലെന്ന്. അപ്പൊ തുടങ്ങല്ലേ? ഓക്കെ. അല്ലെങ്കിലേ ഞാൻ പിന്നീട് കഴിക്കാം, നിങ്ങൾ തുടങ്ങിക്കോ, ഞാൻ ഒന്ന് കിടന്നിട്ട് വരാം. എന്താ നീ ഞങ്ങളുടെ കൂടെ കഴിച്ചിട്ട് പോയാ മതി. അത് വേണോ? അതെ, എല്ലാരും കൂടി ഒന്നിച്ച് അനുഭവിക്കാം. അങ്ങനെ ഒരാൾ മാത്രം രക്ഷപ്പെടണം. അവിടെ ഇരിക്കേ. അതെ അനുഭവിക്കാം.
നിങ്ങൾ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോ? വാങ്ങി നൂഡിൽസ് അടക്കം വാങ്ങി. ഓക്കേ. എന്തിന്? എന്നാ ഞാൻ പോയി ആ നൂഡിൽസ് എടുത്തിട്ട് കളഞ്ഞിട്ട് വരാം. This is amazing stuff, man. സൂപ്പർ സൂപ്പർ. ഞങ്ങളുടെ നാളം തന്നെ കിടിലൻ കിടിലൻ. കൈയടി. അടിപൊളി. അല്ല നീ എന്താ കഴിക്കണില്ല പോവാന്നൊക്കെ പറഞ്ഞ്? കൂട്ടുകാരൻ ഇത്ര നല്ല കുക്കായിരുന്നു നിനക്ക് അറിയില്ലായിരുന്നോ? അറിയായിരുന്നു. പിന്നെന്താ? ഈ ഫുഡ് ഇതുപോലെ നന്നാവുന്നു, നിങ്ങൾ ഇതുപോലെ ഇവനെ പൊഴുത്തോന്നും, ഇവൻ ഇതുപോലെ ഇവിടെ കിടന്ന മുട്ട ഷോ കാണിക്കുമെന്ന് നന്നായി അറിയായിരുന്നു. അത് കാണാൻ കഴിയാത്തോണ്ടാ ഞാൻ പോയിട്ട് പിന്നെ ഒന്ന് ഒറ്റയ്ക്ക് കഴിച്ചോളാന്ന് പറഞ്ഞു. ഇനിയിപ്പോ നോക്കിയിട്ട് കാര്യമില്ല, പക്ഷെ ഒന്ന് പണ്ടാറടങ്ങി. നാണക്കേട്. അതെ, എനിക്കൊരു കാര്യം പറയാണ്ട്. എന്താണ്? നമ്മുടെ വീട്ടിലെ ഒഫീഷ്യൽ കുക്കായിട്ട് ഞാൻ DIG നിയമിച്ചിരിക്കുന്നു. DIG. Chumma, let's all be chumma.